ഇത് എൻ്റെ കഥയാണ്. എൻ്റെ പേര് പൂച്ചാണ്ടി. മുതലാളി വരുന്നത് വരെ മയങ്ങുന്നത് തന്നെയാണ് എൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടി. മുതലാളി പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഞാൻ മുതലാളിക്ക് വേണ്ടി ഇങ്ങനെ കാത്ത് കിടക്കും. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത് കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ മുതലാളി. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ ഒരു മൈൻഡും ഇല്ല. അതാണ് എൻ്റെ ഈ ക്ഷീണത്തിൻ്റെ പേരിൻ്റെ മെയിൻ രഹസ്യം. ഞാൻ പട്ടിണി കിടക്കുന്നതാണെന്ന് പോലും ആ മണ്ടന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പയ്യെ ഈ വാശിയൊക്കെ മാറ്റി പഴയതുപോലെ ആകണമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പണ്ടത്തെ പോലെ മൂപ്പൻ എന്നെ നോക്കാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡാണ്. ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ കട്ട ഡിസപ്പോയിൻറ്റഡ്. പിന്നെ ആരോടൊരാശ്വാസം, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അയാളത്ത് ഇങ്ങനെ ഇരിക്കും. അറിയാതെ ഉറങ്ങിയും പോകും അയാൾ. എന്തായാലും മുതലാളി എന്നെ തിരിച്ച് സ്നേഹിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ തിരിച്ച് വീട് വിട്ട് യാത്രയാവാൻ തീരുമാനിച്ചു. എന്നാൽ മുതലാളിയോ ഞാൻ പിണങ്ങിപ്പോയതാണെന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ എവിടെയോ ഇറങ്ങിപ്പോയതാണെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ യാത്രകളും സ്വപ്നങ്ങളുടെയും പുറകിൽ അതേ ബൈക്കും എടുത്ത് വീണ്ടും യാത്രയായി. കുറേ വിശന്നു വരുന്നപ്പോൾ ഞാൻ തിരിച്ചെത്തി. പക്ഷെ എനിക്ക് പറയാനൊരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം എനിക്കറിയാവുന്ന ഭാഷ ഇത് മാത്രമേ ഉള്ളൂ.